ഒരു വീടിന്റെ മേലെ മറ്റൊരു വീട് നിർമ്മിച്ചേ കാണാം, അതും എയർ ഫ്രെയിമിൽ. വീടിന്റെ ടെറസ് മറ്റൊരു വീടാക്കി മാറ്റുമ്പോൾ ഇതുപോലുള്ള സ്റ്റെയർ കൊടുത്താണ് അടിപൊളിയാക്കിയിട്ടുള്ളത്. ടൈലിട്ട ആളെന്നെ വന്നപ്പോ പറഞ്ഞു, ഞാൻ മൂന്നാർ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വില കണ്ടത്. ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. എല്ലാവരും ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കുക. ഇത് ഫസ്റ്റ് ഫ്ലോറിന് അങ്ങനെ വേറെ വീട് ഉണ്ടാക്കി ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചോ? ഈ വീട്ടിൽ താമസിക്കൂലേ? എല്ലാരെയും പ്രശ്നം അതാണ്. മോഡേൺ ഡിസൈനിക്ക് വന്നാൽ പിന്നെ അത് മതി. എന്താണ് കാറ്റ്, നേരെ അങ്ങ് പറന്നു പോകാൻ തോന്നുന്ന രീതിയിലുള്ള വ്യൂ, അപാരമായിട്ടുള്ള വ്യൂ, കാഴ്ചകൾ കിട്ടുന്ന ഒരു ഏരിയ. ഇത്ര ചെറിയ വീട്ടിൽ ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഡൈനിങ് എല്ലാം അല്ലെ. എനിക്ക് തോന്നുന്നത് ഈ ഏരിയ ആണ് ഈ ഒരു വീട്ടിലെ ഏറ്റവും നല്ല ഒരു ഫീൽ ഉള്ള സ്ഥലം അല്ലെ. ഈ ആംഗിൾ എയർ ഫ്രെയിമിന്റെ ആംഗിൾ ആണ്, ശരിക്കും മേൽക്കൂരയാണ് ഈ കാണുന്നത്. എന്നാലും എത്ര ഒരു 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ വന്നു. 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എവിടെ വന്നിരിക്കുന്ന അറിയും? ഒരു വീടിന്റെ മേലെ മറ്റൊരു വീട് നിർമ്മിച്ചേ കാണാം, അതും എയർ ഫ്രെയിമിൽ. സാധാരണ വീടൊക്കെ ഫസ്റ്റ് ഫ്ലോർ ആണല്ലോ പണിയാ. ഇതാ ഈ വീട്ടുകാരൻ മൻസൂർക്ക വേറെ ലെവലാണ്. ഈ കാണുന്ന വീടിന്റെ തൊട്ടു മേലെ അദ്ദേഹം വേറെ വീട് വേറെ വൈബിലുണ്ടാക്കി. ഇതേ നോക്കി, എയർ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീടിന്റെ ടെറസ് മറ്റൊരു വീടാക്കി മാറ്റുമ്പോൾ ഇതുപോലുള്ള സ്റ്റെയർ കൊടുത്താണ് അടിപൊളിയാക്കിയിട്ടുള്ളത്. ആരെങ്കിലും ചിന്തിക്കുക ഇങ്ങനൊരു ചിന്ത? എല്ലാവരും ഫസ്റ്റ് ഫ്ലോർ പണിയാനല്ലേ ശ്രമിക്കുക. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ അവിടെ നിലനിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര വിശാലമാണല്ലേ. എയർ ഫ്രെയിം നമ്മൾ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീടിൻ്റെ മേലെയുള്ള വീട് എയർ ഫ്രെയിമാണ്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്. വീടിന് മേലെ വീട് കാണാൻ മേലേക്ക് തന്നെ വന്നിരിക്കുകയാണ് നമ്മളിവിടെ. അൻസാർ ഭായിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് വീട് വേണം, വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്ന കംപ്ലൈന്റ് ഉള്ള ആൾക്കാർ ഇതാ ആൾറെഡി ഉള്ള തറവാട് വീടിന്റെ മേലെ ഒരു വീടാണ് ഉണ്ടാക്കിയിരിക്കുകയാണ്, ചെറിയ സ്പേസിൽ. അത് മാത്രമല്ല കേട്ടോ, എല്ലാവരും ഫസ്റ്റ് ഫ്ലോർ ഉണ്ടാക്കുക. ഇത് ഫസ്റ്റ് ഫ്ലോറിന് അങ്ങനെ വേറെ വീടുണ്ടാക്കി. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ഒരു ആഗ്രഹം? എന്താണ് ആഗ്രഹം? എനിക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിലൊരു പണിയണമെന്ന് ആഗ്രഹം ഉണ്ടാകും ആദ്യം മുതൽ. അപ്പൊ അതെങ്ങനെ പണിയണം എന്നൊരു പിടുത്തുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഒരു എയർ ഫ്രെയിമിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ യാദൃശ്യമായിട്ട് കാണാൻ വീഡിയോ കണ്ടാ ചോദിക്കണല്ലോ, നമ്മളെ വീഡിയോ കണ്ടു. അങ്ങനെ അതിനകത്ത് പ്രചോദനം കൊണ്ട് ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ അതിനെ കുറിച്ച് പഠിച്ച് എത്ര കോസ്റ്റ് ചെലവ് വരും അങ്ങനെയൊക്കെ നോക്കി പഠിച്ചു. 1-2 വർഷം ഇതിന് ഇങ്ങനെ 2 വർഷം. ശരിക്കും എന്താ ഫീൽഡ്, എന്താ ചെയ്യണേ? എനിക്ക് ചിപ്സിന്റെ പരിപാടി, മറ്റേ ചിപ്സ് വർക്കില് അങ്ങനെ ഹോൾസെയിലായിട്ട് കടകളിൽ കൊടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വീട് എയർ ഫ്രെയിമിലാണ്. അപ്പൊ എയർ ഫ്രെയിമിൽ ഒരു വീടിന്റെ മേലെ സ്ട്രക്ചർ അടിക്കുമ്പോ അയൽവാസികളും നാട്ടുകാരൊക്കെ ചോദിക്കും, എന്താ മേലെ ഷീറ്റ് ഇടാണല്ലേ ചോദിച്ചോ? അങ്ങനെ ചോദിച്ചാ അവരിപ്പോ ഈ രീതിയിൽ ഇങ്ങനെ വീ പോലെ വന്നപ്പോ എന്താ ആളുകൾക്ക് ഒരു പിടുത്തം കിട്ടിയില്ല. തൂണുമേള ആദ്യം പടന്നത്. അതെ. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ഇത് പണിത് ഇങ്ങനെ ഓരോന്നേരം വന്നപ്പോഴാണ് ആളുകൾക്ക് അതിന്റെ ഒരു ഐഡിയ ഇവിടെ കിട്ടി. ഇത് ഇങ്ങനത്തെ എയർ ഫ്രെയിം ഇവിടെ അടുത്തൊന്നുമില്ല, അവര് ഐഡിയ ഉണ്ടാവില്ല. സാധാരണ എയർ ഫ്രെയിം ഭൂമിയിൽ നിന്നാണല്ലോ കാണാറുള്ളത്. ഇത് റൂഫ് ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ടൈലിട്ട ആളെന്നെ വന്നപ്പോ പറഞ്ഞു, ഞാൻ മൂന്നാർ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വില കണ്ടത്. ഇവിടെ എവിടെയും കണ്ടിട്ടില്ല. ശരിക്കും എയർ ഫ്രെയിം എന്ന് പറഞ്ഞാലേ മെറ്റൽ സ്ട്രക്ചറിലാണ് അതിന്റെ സ്ട്രക്ചർ പണിയുന്നത് അല്ലെ. ബാക്കിയെല്ലാം നമ്മൾ കവറിങ് ആണ് ചെയ്യുന്നത്. എന്ത് ബ്ലോക്ക് ഇതിനകത്ത്, എന്ത് ബ്ലോക്ക്? AC ബ്ലോക്ക്, അതായത് വെയിറ്റ് കുറഞ്ഞ ബ്ലോക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ ചെങ്കല്ലോ അല്ലെങ്കിൽ ഓവർ ലോഡ് കൊടുക്കുക പറഞ്ഞാല് ഫസ്റ്റ് ഫ്ലോർ ആണ് വെയിറ്റ് കൂടും, അതൊരു ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പാനൽ ചെയ്യുക, സിമെന്റ് ബോർഡൊക്കെ യൂസ് ചെയ്തിട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 8 ഇഞ്ച് തിക്നെസ് ഉള്ള ബ്ലോക്ക് തന്നെയാണ്. ചുറ്റും കൊടുത്തു. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇതിപ്പോ ഒരു 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അല്ലേ. ഓ, ഈ കാണുന്നതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇവിടെ അതിന് പുറത്ത് തേക്കുന്നതിന് പകരം പാനൽ ചെയ്തോ? തേച്ചോ? പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഈ പാനൽ കൊടുത്തു അല്ലെ. PVC ആണോ? PVC പാനൽ കൊടുത്തു. അതുപോലെ റൂഫിന്റെ ഈ വുഡൻ പ്ലാങ്ക്സ് പോലുള്ള പാനൽ കൊടുത്തു അല്ലെ. സോഫ്റ്റ് പാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു വുഡ് ഫീല് കിട്ടി. പക്ഷെ ഇത് നാച്ചുറൽ വുഡ് ആണല്ലോ. അതോ വരച്ചതാണോ? നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട, വരച്ചതാണ്. മെറ്റലില് വരച്ചു അല്ലെ. മെറ്റൽ ഡിസൈൻ അതിൽ വരച്ചിട്ട് ഗ്ലാസ് കൊടുത്തു, ഗ്ലാസും കൊടുത്തു. പിന്നെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള ഐഡിയകൾ എങ്ങനെ കിട്ടി? വീഡിയോകളിൽ കാണുന്നതുകൊണ്ട് ഇനി എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇങ്ങനത്തെ വീടുകളിലെ വീഡിയോ. പക്ഷെ ഈ ഒരു മോഡല് ആ വീഡിയോയിൽ ഉണ്ടോ?
ഇല്ലല്ലോ, ഈ മോഡലില്ല. അത് പുതിയൊരു മോഡലായി. എല്ലാത്തിനും കടമെടുത്താണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാ എയർ ഫ്രെയിമാരും ഒന്ന് ക്ഷമിക്കുക, നമ്മള് സ്വന്തം ഐഡിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തു, അങ്ങോട്ടുള്ള പ്രൊട്ടക്ഷൻ അല്ലേ, അതെ കുട്ടികളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടുന്ന് താഴേക്ക് ഇത് വീടാണല്ലോ, ഓൾറെഡി ഉള്ള വീടാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളെ പ്ലാനുകൾ? ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചോ? ഇനി വീട്ടിൽ താമസിക്കൂലേ? എല്ലാരെയും പ്രശ്നം അതാണ്, മോഡേൺ ഡിസൈനിക്ക് വന്നാൽ പിന്നെ അത് മതി. പിന്നെ ഓപ്പൺ ഡിസൈൻ, മുമ്പ് കുറെ റൂം വേറെ ഹാള് വേറെ, ആ ഒരു ലെവലിക്ക് ഇനി പോകാൻ കഴിയില്ല. ഇല്ല, അതാണ് ഈ സ്വാതന്ത്ര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല പറഞ്ഞ രീതിയാ. പിന്നെ അതിനുള്ള തന്നെ നല്ല കാറ്റും നല്ല ബാക്കിൽ പാടായതുകൊണ്ട് നല്ല കാറ്റും നല്ല സുഖമാണ് ഇവിടെ. ഇങ്ങോട്ട് കേറിയിട്ട് നല്ലൊരു ഫീൽ ഉണ്ട്. ഇതിൽ വേറൊരു കാര്യം സത്യം മനസ്സിലാക്കാണ്ട്, ഇവിടുന്ന് ബാക്കോട്ട് മൊത്തം പാടോ വയലാണ് ഒഴിഞ്ഞു കിടക്കുക. അപ്പൊ ആ കാറ്റ് കിട്ടും. പിന്നെ ചുറ്റുള്ള വീട്ടിൽ നിന്ന് മാറി നമ്മൾ വേറെ നിൽക്കുകയാണ് അല്ലെ, ആ ഒരു ഫീല് കിട്ടും. മുമ്പൊക്കെ ഒറ്റ വീടൊക്കെ ഉണ്ടായിരുന്നത്, അപ്പൊ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ചുറ്റും വീടുകൾ വരുമ്പോ നമുക്ക് ആ ഒരു കൺജഷൻ ഒന്ന് ഒഴിവായി അല്ലെ. നമുക്ക് അകത്തുള്ള കാഴ്ചകൾ കണ്ടാലോ. അതിലേക്ക് കയറുമ്പേ ഈ ഡോറിനെ കുറിച്ചൊന്നും നമ്മളെ വ്യൂസിന് പറഞ്ഞു കൊടുത്തേ. ഇനി അവരെങ്ങനെ എയർ ഫ്രെയിം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മെറ്റൽ തന്നെയല്ലേ? മെറ്റലിലെ ഫ്രെയിം വിൻഡോ ഉൾപ്പെടെ ഞാൻ എങ്ങനെ മെറ്റലില് അടിച്ചെടുത്താണ് ഓർഡർ കൊടുത്ത് ചെയ്താണ്. ഓർഡർ കൊടുത്ത് കസ്റ്റമൈസ് ചെയ്തെടുത്താണ് അല്ലേ? ഓക്കെ, ഇനി അകത്തേക്ക് വരി. ഇങ്ങനെ അത് കയറുകയാണെങ്കിൽ ഈ കാണുന്നത് വുഡൻ ഡോറാണ്. പക്ഷെ അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോ ഉള്ളിലുള്ള കാഴ്ചകളല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റിനകത്തേ വരുന്നുള്ളൂ. മുകളിലത്തെ ഫ്ലോറോട് കൂട്ടിയാണ് 1000 പറഞ്ഞാണ്. മുകളിലത്തെ ഈ ഒരു ഓക്കെ, ഇതിനകത്ത് എത്ര റൂം ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? റൂം ഉണ്ടെന്ന് വെച്ചാൽ ശരിക്കും മാസ്റ്റർ റൂം നല്ല റൂം അതാണ്. അതായത് ചെറിയ റൂം, പിന്നെ മുകളിലൊരു ബെർത്ത് പോലെ കാണിച്ചു കൊടുക്കാം. സാധാരണ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോ ഒരു ലിവിംഗ് ഉണ്ടാവും, ഇവിടെ ഒരു സോഫ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തു അല്ലെ. അപ്പൊ അതിനിടക്ക് പറയേണ്ടത് 4 ടൈലാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ അല്ലെ. അതേപോലെ ഇതാണ് മെറ്റൽ സ്ട്രക്ചറിന്റെ ഫ്രെയിം അല്ലേ, അപ്പൊ ഈ ഫ്രെയിമിന്റെ അകത്ത് നിങ്ങൾ സിമെന്റ് ബോർഡ് വെച്ചിട്ട് സീലിംഗ് ചെയ്തോ? സിമെന്റ് അല്ല, എന്താണ് ചെയ്തത്? ഇത് മറ്റേ റൂഫ് പേറ്റിന്റെ മറ്റേ ഷീറ്റാണത്, പ്ലെയിൻ ആയിട്ട് വരുന്നത്. 2 മുകളിലും അടിയിലും വന്നിട്ട് ഉള്ളിൽ കൂടെ ഒരു ഫോം നമ്മൾ പരിചയപ്പെടുത്തിയ ഫോം അല്ലേ? നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇവിടെ പാലയുള്ള തൃശ്ശൂരിലെ കുറെ ടീമിനെ പരിചയപ്പെടുത്തിയ റൂഫ് മേറ്റിന്റെ ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഉപയോഗിച്ചത്. അത് തന്നെയാണ് ഈ ഒരു റൂഫിനെ എയർ ഫ്രെയിമിനെ കവർ ചെയ്തത്. അതാവുമ്പോ വേറെ ഡിസൈൻ അകത്ത് കൊടുത്തില്ല. ഇത്ര ചെറിയ വീട്ടിൽ ഓപ്പൺ കിച്ചൺ, ഓപ്പൺ ഡൈനിങ് എല്ലാം അല്ലെ. ഓപ്പൺ കിച്ചൺ ഇതുപോലെ തന്നെ പാനൽ വെച്ച് ചെയ്തു അല്ലെ, അതുപോലെ ടൈലും മേലെ കൊടുത്തു. ഈ രീതി സെറ്റ് ചെയ്തു. ഇവിടെ ഒരു അലുമിനിയം കൊണ്ട് നല്ലൊരു കിച്ചണും സെറ്റ് ചെയ്തു. ഇത് ഫുൾ ബോഡി ടൈല് മേലെ കൊടുത്തു. ഈ ഇന്റീരിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇത് വെച്ചിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇത് സൈഡ് ഉണ്ടോ, ഇത് ടൈലാ, 2 ടൈല് ഒട്ടിച്ച് ഇങ്ങനെ ഓരോ കള്ളികൾ തിരിച്ച് മുകളില് ടൈല് 2 ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഒരുപാട് ടെക്നിക്കുകൾ അതൊക്കെ വാർത്തിട്ടാണ് അത് വെച്ചത്. ഇവിടൊക്കെ ഡോറുകൾ കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട് അല്ലെ. മാക്സിമം സ്റ്റോറേജ് കിട്ടി. ചെറിയ ഏരിയ ആണെങ്കിൽ മാക്സിമം സ്റ്റോറേജ് കിട്ടി. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയാം, എങ്ങനെ ഇപ്പൊ പറയാ, ഈ ഫ്ലോറിൽ 2 റൂം ഉണ്ടല്ലോ. ഇവിടെ റൂം വന്നു, ഇതൊരു ടോയ്ലറ്റ് ആണ്, ടോയ്ലറ്റ് വന്നു. അതുപോലെ ഒരു ചെറിയ റൂം, പ്ലേ റൂമാണ് ഉദ്ദേശിക്കുന്നത്. ബെഡ് ഇട്ടേക്കാം, അതും ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ എല്ലാരും ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഫ്ലോറാ, ഈ ഒരു മെസനൈൻ ഫ്ലോർ എന്ന് പറയാം. ഇവിടെ വാഷ് ബേസിന് ഒളിഞ്ഞു കിടക്കണ്ടല്ലോ. ഓക്കെ, ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. ഇത് ഫുള്ള് മെറ്റലാട്ടോ ചെയ്ത, വുഡ് കാര്യങ്ങളൊന്നുമില്ല, പൂർണ്ണമായിട്ട് മെറ്റല് ചെയ്തു. നമ്മൾ മേലേക്ക് കയറുകയാണെങ്കിൽ ഈ ഒരു ഫ്ലോർ, ഇവിടെ 2 അടിപൊളി ബെഡ് കൊടുത്തു അല്ലെ. കുട്ടികൾക്കുള്ള ഒരു സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഏരിയ ആണ് ഈ ഒരു വീട്ടിലെ ഏറ്റവും നല്ല ഒരു ഫീൽ ഉള്ള സ്ഥലം അല്ലെ. രാത്രി നല്ല രസമാണ് പുറത്തോട്ട് നോക്കുമ്പോ. അതെ, മേലെ ലൈറ്റ് ഒക്കെ കൊടുത്തപ്പോ അവർക്ക് ആ ഫീല് അവിടെ വരും. മെയിൻ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 10-11 സൈസ് ഉണ്ട് അല്ലെ. ഇത് ടൈലിന്റെ അതേ ഡിസൈൻ ഈ വാർഡ്രോബിലും കൊണ്ടുവന്നു അല്ലെ. അതാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. വലിയ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ബെഡ് കോട്ട് ബോക്സ് അടിച്ച് തന്നെ ചെയ്ത അല്ലെ. ഇവിടെ വാൾപേപ്പർ കൊടുത്തത് ഒരു ഹെഡ് ബോർഡ് മൊത്തമായിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ്. ഈ ആംഗിൾ എയർ ഫ്രെയിമിന്റെ ആംഗിൾ ആണ്, ശരിക്കും മേൽക്കൂരയാണ് ഈ കാണുന്നത്. ഈ രീതിയിലൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു റൂം അല്ലാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെറിയ റൂം കൂടി മേലെ ഉണ്ട് അല്ലെ. 2 റൂമുണ്ട്. എന്താ സ്പേസ് അടിപൊളി. ഇത് കുട്ടികൾക്ക് അനുയോജ്യമായ പ്ലേസ് തന്നെയാണ്. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ 2 ബെഡ് കോട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പറും കൊടുത്തൂല്ലേ ഇവിടെ. ഇതാണ് നമ്മൾ മെറ്റൽ ഫ്രെയിമിൽ 2 സൈസിലൊക്കെ
ടോപ്പിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് ഗ്ലാസ്സിന് വേണ്ട ബോർഡർ ഒക്കെ കൊടുത്തു. അത് ഇതിനെ കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അത് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് സഹായിച്ചു? അതെ, ഇതും യൂട്യൂബിൽ നിന്ന് സ്റ്റഡി ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു അല്ലെ. ഇത് നേരെ കോണില് എൻഡില് ടോപ്പില് കൊടുത്തു അല്ലെ. ഇപ്പൊ ഇങ്ങനെ നമ്മള് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ എത്തി. ഇങ്ങനെ വീട് നിർമ്മിക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക ചൂട് എത്രത്തോളം കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്തു? ചൂട് ഇതിപ്പോ ചൂടില്ലാത്ത റൂഫ് മാറ്റിന്റെ ബോർഡാണ് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. പാനൽ അല്ലേ, തിക്നെസ് വരുന്ന ഉള്ളിൽ ഫോം തന്നെ അതിന്റെ അടിയിൽ ജിപ്സത്തിന്റെ ജിപ്സം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ചൂട് കുറഞ്ഞു. ചൂട് ഒട്ടുമില്ല, ചൂട് 99% ചൂടില്ല, ചെറിയ നേരിയൊരു അത് പിന്നെ അന്തരീക്ഷത്തിന്റെ ഒരു ചൂടുള്ളൂ. പിന്നെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണല്ലോ. പക്ഷെ ഞാൻ വെറുതെ കാറ്റ് കിട്ടുക പറഞ്ഞാൽ പോരാ. ഈ ഒരു ബെഡ്റൂം, ഇതാണ് ബെഡ്റൂം അല്ലെ. എന്താ വ്യൂ, എന്താണ് കാറ്റ്, നേരെ അങ്ങ് പറന്നു പോകാൻ തോന്നുന്ന രീതിയിലുള്ള വ്യൂ, അപാരമായിട്ടുള്ള വ്യൂ കാഴ്ചകൾ കിട്ടുന്ന ഒരു ഏരിയ. ഇതാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് ഞാൻ പറയും കേട്ടോ. ഇവിടെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ. വിൻഡോ ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത പ്രൈവസി ആയി. ബെഡ് കോട്ട് ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മൾ റൂഫിന്റെ ആംഗിൾ. ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത് അല്ലെ. ഇവിടെ ഒരു ചെയറൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ. സ്റ്റോറേജും ഇവിടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഈ ഒരു വീടിന്റെ കാഴ്ചകള്. അടിപൊളി വെറൈറ്റി വീട്. ഇത് കാണിക്കലാണ് നമ്മളെ പരിപാടി. അങ്ങനെയാണ് ഇവിടെ എത്തിയത് കേട്ടോ. റാത്തായാലപ്പോ അൽഹംദുലില്ലാ. ഒരു എത്ര വർഷത്തെ ഒരു കഷ്ടപ്പാടുണ്ട് ഇതിന്? കഷ്ടപ്പാട് ഒരു 3 വർഷം. 3 വർഷം അല്ലെ. ഇത് പണിയാനൊരു 15 മാസം. അതിക്ക് മുമ്പ് തന്നെ സ്റ്റഡി ചെയ്ത കൂടി ഒരു 3 വർഷം എടുത്തു അല്ലെ. പലർക്കും വീട് നിർമ്മിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരൊന്നും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യണം അല്ലെ. അങ്ങനെ അൻസാർക്ക് നിർമ്മിച്ച വീടാണിത്. അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വീട്, അങ്ങനെ പറയാലോ അല്ലേ. ഇങ്ങനെ ഒരു അടിപൊളി വീട് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കണമെങ്കിൽ അതിന് എത്ര ചെലവാകും എന്നുള്ള ഒരു ആശങ്കയാണ്. നമ്മൾ കുറെ സ്റ്റഡി ചെയ്തതാണ്. പക്ഷെ ഇതിന് എന്നാലും ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ കാണുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് വേറെ വരും. നമുക്ക് അത് എന്നാലും എത്ര ആയത്? ഒരു 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ വന്നു. 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം ഉള്ളത്. പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ ആ ഒരു കോസ്റ്റ് ആണ് വന്നത്. അതിനകത്ത് ടൈല് വന്നു, മൊത്തം ഡിസൈൻ വന്നു, ഇന്റീരിയർ വന്നു, എല്ലാം ഉണ്ട്. അപ്പൊ അത്രയാണ് അതിന്റെ ഒരു കോസ്റ്റ്. ഇനി ആ സംശയം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇനിയുള്ള താമസം അടിപൊളിയാട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും വീട് ഇതുപോലെ പണിതാല് അത് നിങ്ങൾക്കുള്ള ക്രെഡിറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.